തിരഞ്ഞെടുപ്പ് പാലക്കാട്ട് അവസാന ദിവസമാണ്, പ്രചരണത്തിൻ്റെ അവസാന ദിവസമാണ്. ഇപ്പോൾ അവിടെ ഈ വോട്ട് പിടുത്തവും അതുപോലെ വോട്ട് ക്യാൻവാസിങ്ങും എന്ന മത്സരം നടക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു മത്സരം കൂടെ നടക്കുന്നുണ്ട്. ഈ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടുകയും അൺഫോളോ ചെയ്യുന്നവരുടെ ആൾക്കാരുടെ എണ്ണം കൂട്ടുകയും ചെയ്യുക എന്നുള്ളൊരു തന്ത്രം. അതായത് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ വളരെയധികം ഫോളോവേഴ്സ് ഉണ്ട്, ഏകദേശം 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ അത് BJPയിൽ നിന്നും വിട്ടുപോയപ്പോൾ BJP ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യരെ അൺഫോളോ ചെയ്യുക എന്നുള്ള ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ BJP ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം വളരെയധികം കുത്തനെ കുറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അതിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട്, സന്ദീപ് വാര്യരെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതും ഒരു മത്സരമായി ഇപ്പോൾ നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഇത്തരത്തിലൊരു മത്സരം തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വോട്ട് പിടിക്കുക, മാക്സിമം ആൾക്കാരെ വോട്ട് കൊണ്ടുവരിക, കഴിയുമെങ്കിൽ കള്ളവോട്ടും കൂടെ ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു തന്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫേസ്ബുക്കിൽ കിടന്ന് ഇങ്ങനെ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക, അൺഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പുതിയ തരം തിരഞ്ഞെടുപ്പ് തന്ത്രമാണ്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ അൺഫോളോ ചെയ്യാൻ BJP സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ കാണുന്നത്. അതേസമയം ഫോളോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മറുവശത്ത് തുടങ്ങിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവേശനം നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് 3,18,000 ഫോളോവേഴ്സാണ്. അതായത് BJPക്കാരനായതുകൊണ്ട് BJPക്കാരായ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് 3,18,000 പേര് സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നു. BJP ക്യാമ്പയിൻ തുടങ്ങി, അതായത് സന്ദീപ് വാര്യരെ അൺഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് BJPയുടെ ക്യാമ്പയിൻ തുടങ്ങിയതോടുകൂടി സന്ദീപ് വാര്യരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 2,95,000 താഴെയായി മാറി എന്നാണ് അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് കുറയുകയുണ്ടായി. ഇത് കോൺഗ്രസ് ഏറ്റുപിടിച്ചിരിക്കുന്നു. കോൺഗ്രസ് സന്ദീപ് വാര്യരുടെ ഫോളോ ആക്കാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ തുടങ്ങി. അപ്പോൾ കുറഞ്ഞ സംഗതി കുറച്ച് 2,000-3,000, അതായത് 2,99,000 വീണ്ടും ഉയരുകയും ചെയ്തു എന്നാണ് കേൾക്കുന്നത്. അത്തരത്തിലുള്ള ഈ ഫോളോവേഴ്സിനെ കൊണ്ടുവരികയും ചെയ്യുന്നതിൻ്റെ തർക്കങ്ങളാണ് നടക്കുന്നത്. നേരത്തെ ഇതേ സമയം തന്നെ P. സരിൻ കോൺഗ്രസ് വിട്ട് LDF സ്ഥാനാർത്ഥിയായി മാറിയപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു അൺഫോളോ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വലിയ വാർത്തകളിലും നിറയാത്തതാണ്. അതായത് സരിനെ അൺഫോളോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ ഒരു നല്ല ക്യാമ്പയിൻ അന്ന് നടത്തിയിരുന്നു. സരിൻ്റെ ഫോളോവേഴ്സിനെ കുറയ്ക്കാൻ ഇതുവഴി വളരെയധികം കോൺഗ്രസ്സിന് സാധിച്ചു എന്നാണ് അന്ന് മനസ്സിലാക്കുന്നത്. കുത്തനെ ഉറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് അറിയതുപോലെ LDFകാർ ഇതറിഞ്ഞുകൊണ്ട് ഫോളോ അപ്പ് ക്യാമ്പയിൻ തുടങ്ങി, ഫോളോ ചെയ്യാനുള്ള ക്യാമ്പയിനുകൾ തുടങ്ങി. അങ്ങനെ കുറച്ചൊന്ന് സരിന് ഒരു ആശ്വാസം ഉണ്ടായി എന്ന് കേൾക്കും. ഇതിന് സമാനമായ കാര്യമാണ് സന്ദീപ് വാര്യരുടെ കാര്യത്തിലും സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്. BJPയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സന്ദീപ് ഫേസ്ബുക്കിൽ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷൻസ് BJP കേരള സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്നായിരുന്നു. ഇപ്പോൾ അത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും സന്ദീപ് വാര്യരും ഈ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സുകളുടെ എണ്ണം കുത്തനെ കുറയ്ക്കണം എന്നത് അത് BJPയുടെ കൂടെ ഒരു ആവശ്യമാണ്. കാരണം പ്രധാനമായിട്ടും സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ താരമാണ്. ഒരുപക്ഷെ BJPയിൽ സജീവമായി പ്രവർത്തിച്ച് മറ്റ് പല നേതാക്കന്മാരെ പോലെയും BJP രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പ്രവർത്തകനായിട്ട് നിൽക്കുകയും സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകുന്നതും അവിടെ അടി ഉണ്ടാക്കുന്നതും അടി കൊള്ളുന്നതും ചോര ഒലിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് BJPക്ക് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിക്കുകയും മോദിയെയും BJPയെയും ഒക്കെ ഉയർത്തിക്കാട്ടുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഏറ്റവും അധികം CPMനോടും കോൺഗ്രസിനോടും പിടിച്ചു നിന്നുകൊണ്ട് പോരാടി നിന്നുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ സന്ദീപ് വാര്യർക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സമ്മതി കിട്ടാൻ കാരണം. അതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും 3,18,000 ഫോളോവേഴ്സ് സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുത്തനെ കുറഞ്ഞുകൊണ്ടുവരുന്നു. കോൺഗ്രസ് ക്യാമ്പയിൻ നടത്തിയിട്ട് പോലും ആ 3 ലക്ഷത്തിലെത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് കേൾക്കുന്നത്.